സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സാധുതമായിട്ടുള്ള സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതോടെ പത്രികാ സമർപ്പണം അതിവേഗത്തിൽ. പ്രധാന സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. താനൂരിൽ മുഹമ്മദ് സമീറും വള്ളിക്കുന്നിൽ AP മുസ്തഫയും LDF സ്ഥാനാർത്ഥികൾ. പുനലൂരിൽ കോൺഗ്രസ് ലീഗ് തർക്കം തുടരുന്നു. വിമത സ്ഥാനാർത്ഥിയെ പിൻവലിക്കാതെ കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തവർക്ക് പ്രത്യേക പരിഗണന നൽകുമെന്ന് കോൺഗ്രസ്. ഭരണം കിട്ടിയാൽ സുപ്രധാന പദവിയിൽ നിയമിക്കുമെന്ന് KC വേണുഗോപാൽ. എല്ലാവർക്കും പാർട്ടി പദവി നൽകുമെന്ന് VD സതീശൻ. G സുധാകരനെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ശരിവെച്ച് CPM ജില്ലാ സെക്രട്ടറി R നാസർ. പിണറായി പറഞ്ഞത് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ. ഉണ്ടായ കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നുവെന്ന് നാസർ. നീതിമാനായ ഭരണാധികാരിയായിരുന്ന സുധാകരൻ കള്ളം പറയില്ലെന്ന് VD സതീശൻ. നിങ്ങൾ ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ കിടന്ന് ഈ സംസാരിക്കാതെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. എല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നിട്ട് ജോയിയെ തോൽപ്പിക്കുക. ജോയി തോൽപ്പിക്കാൻ എന്താണ് മാർഗം എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. ആ മാർഗം കഹാറിനെ ജയിപ്പിക്കുക. നമ്മളെ ആൾക്കാരെല്ലാം വോട്ടും കഹാറിന് കൊടുക്കുക. വർക്കല സീറ്റിനെ ചൊല്ലി NDAയിൽ കലഹം. സീറ്റ് BDJSന് നൽകിയതിനെതിരെ BJP പ്രാദേശിക നേതൃത്വം. BJP നേതാവ് ആലങ്കോട് ദാനശീലൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. V ജോയിയെ തോൽപ്പിക്കാൻ വർക്കല കഹാറിന് വോട്ട് ചെയ്യാനും ആഹ്വാനം. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. ശിക്ഷ വിധിച്ചത് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി. വധശിക്ഷ കിട്ടാത്തതിൽ നിരാശയെന്ന് വന്ദനയുടെ കുടുംബം. എറണാകുളം വടുതലയിൽ ഒരു കുടുംബത്തിലെ 5 പേർ മരിച്ച നിലയിൽ. മരിച്ചത് 2 സ്ത്രീകളും 3 കുട്ടികളും. ചികിത്സയ്ക്കായി ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിച്ച തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. സാമ്പത്തിക പ്രശ്നങ്ങളാണ് കാരണമെന്ന് ആത്മഹത്യാക്കുറിപ്പ്. കാസർഗോഡ് മൊഗ്രാലിൽ BLO പുഴയിൽ ചാടി ജീവനൊടുക്കി. ആത്മഹത്യ ചെയ്തത് മൊഗ്രാൽ പുത്തൂർ കടവത്ത് സ്വദേശി സവാദ്. ജോലി സമ്മർദ്ദമാണ് കാരണമെന്ന് ആത്മഹത്യാക്കുറിപ്പ്. യുദ്ധം അവസാനിപ്പിക്കുന്നത് പരിഗണനയിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക ലക്ഷ്യത്തിനരികിലെത്തി. US-ന് സൈനിക താവളം വിട്ടു നൽകിയ ബ്രിട്ടന് ഇറാന്റെ ഭീഷണി. സ്വന്തം പൗരന്മാരുടെ ജീവൻ ബ്രിട്ടൻ അപകടത്തിലാക്കുകയാണെന്ന് മുന്നറിയിപ്പ്.